മന്ത്രിസഭാ യോഗം ചേർന്ന് അതിന്റെ തീരുമാനങ്ങൾ പുറത്തുവരുന്നു. വയനാട് രക്ഷാപ്രവർത്തനം തുടരുമെന്നുള്ളതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെരച്ചിൽ തുടരുന്നത് സൈന്യവും തീരുമാനിച്ചിരിക്കുന്നു. പ്രശാന്ത് കൃഷ്ണ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങൾ നമുക്ക് നൽകും. പ്രശാന്ത്, വയനാട്ടിൽ തെരച്ചിൽ തുടരുമെന്നുള്ള കാര്യത്തിൽ തീരുമാനം അത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മനസ്സിലായിരിക്കുന്നു. മറ്റെന്തൊക്കെ തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്? ഇന്നിപ്പോൾ രാവിലെ മന്ത്രിസഭാ യോഗം മുഖ്യമന്ത്രി തിരുവനന്തപുരത്തും ഉപസമിതി അംഗങ്ങൾ അടക്കമുള്ള മന്ത്രിമാർ വയനാട്ടിലും മറ്റു ഭാഗങ്ങളിലുമായി ഓൺലൈനായാണ് യോഗം ചേർന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത പ്രദേശത്ത് തെരച്ചിൽ തുടരാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. സൈന്യം നിർദ്ദേശിക്കുന്നതുവരെ ഈ തെരച്ചിൽ തുടരാൻ തന്നെയാണ് മന്ത്രിസഭ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ മാത്രമല്ല, ഈ പ്രധാനമായും ഉപസമിതി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളെല്ലാം സ്വീകരിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. പ്രധാനമായും വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾ അവർക്ക് വാടക വീട് കണ്ടെത്തി പുനരധിവാസം ഉറപ്പാക്കുന്നതിന് വേണ്ട നടപടികൾ ത്വരിതപ്പെടുത്താൻ ഉപസമിതി അംഗങ്ങൾക്ക് മന്ത്രിസഭ നിർദ്ദേശം നൽകി. കൂടാതെ ടൗൺഷിപ്പ് സർക്കാരിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന് വേണ്ട സ്ഥലം ഊർജ്ജമായി കണ്ടെത്തി അതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടത്തിനും ബന്ധപ്പെട്ട അധികാരികൾക്കും മന്ത്രിസഭ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നേ ഉള്ളൂ. ഏറ്റവും പ്രധാനം തിരച്ചിൽ തുടരാൻ തന്നെയാണ്. കാരണം ഇന്ന് രാവിലെ വരെ സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം 420 മൃതദേഹങ്ങളാണ്, അല്ലെങ്കിൽ 420 മരണത്തിന്റെ എണ്ണമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഇപ്പോൾ തുടരുന്ന ദൗത്യം അത് തുടരാൻ തന്നെയുള്ള തീരുമാനമാണ് മന്ത്രിസഭ കൈക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സൈന്യത്തിന്റെ അഭിപ്രായം കൂടി മന്ത്രിസഭ പരിഗണിക്കുന്നു. പ്രശാന്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി അറിയേണ്ടത് രക്ഷാപ്രവർത്തനം തുടരുമെന്നുള്ള കാര്യം. അതൊക്കെ അത് തുടരുമെന്നുള്ള കാര്യം തന്നെ പറയുന്നതിനപ്പുറത്തേക്ക് ഒരുപാട് ആളുകളുണ്ട്. പൂർണ്ണമായും വീടും കുടിയും എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള മനുഷ്യരാണ്. ഇവരെ എത്രയും പെട്ടെന്ന് ലോകോത്തര മാതൃകയിൽ പുനരധിവസിപ്പിക്കുമെന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതെപ്പോഴേക്ക്, എങ്ങനെ, അതിലൊക്കെ ഉണ്ടാകുന്ന തീരുമാനം എന്താണ്? ഇനി ദുരിതാശ്വാസ ക്യാമ്പുകൾ എത്ര നാളിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാനാകും? അതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വീട് കണ്ടെത്തി അവരെ പുനരധിവസിപ്പിക്കാൻ, അതായത് ആദ്യഘട്ടമായി സർക്കാരിന് ചെയ്യാൻ കഴിയുക വാടക വീടുകൾ കണ്ടെത്തി അവിടെ ഇവരെ പുനരധിവസിപ്പിക്കുക എന്നതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രം അതിനുശേഷം വളരെ ഇതിനൊപ്പം തന്നെ സമാന്തരമായി തന്നെ സ്ഥിരമായി, അതായത് ഇവർക്ക് സ്ഥിരമായി ഒരു വീട് ഒരുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള നടപടി, അതിന്റെ ഭാഗമായാണ് ഈ ടൗൺഷിപ്പിന് വേണ്ടിയുള്ള സ്ഥലം കണ്ടെത്തലും മറ്റ് ഈ ദുരിതാശ്വാസ സഹായമായി വീട് വെച്ച് നൽകുമെന്ന് പറഞ്ഞവരടക്കമുള്ളവരുടെ സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ടുള്ള വീട് നിർമ്മാണം അടക്കമുള്ള ഘട്ടത്തിലേക്ക് പോകാം. പക്ഷേ പ്രധാന പരിഗണന എന്നത് ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് അവർക്ക് ഒരു വാടക വീട് ഒരുക്കി അവരെ മാറ്റുക എന്നതാണ്. അതിനുള്ള നടപടികൾ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കണമെന്ന് മന്ത്രിസഭ ഉപസമിതി അംഗങ്ങൾക്ക് ഇന്ന് മന്ത്രിസഭാ യോഗം നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഏതായാലും നമുക്ക് ഒരുപാട് പേർ, അതായത് നൂറുകണക്കിന് പേർ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. അപ്പോൾ അവരെ വളരെ സുരക്ഷിതമായ അല്ലെങ്കിൽ ഒരു മാതൃകാപരമായ പുനരധിവാസം ഉറപ്പാക്കുക എന്ന് തന്നെയാണ് സർക്കാരിന്റെ ദൗത്യം. അതിന്റെ ഭാഗമായുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് മന്ത്രിസഭാ ഉപസമിതിയുടെ ഓരോ ദിവസത്തെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഈ കാര്യത്തിൽ ഉള്ള തുടർ നടപടികൾ സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ മന്ത്രിസഭാ ഉപസമിതി തുടരാൻ തന്നെയാണ് തീരുമാനം. ഒപ്പം തന്നെ നിലവിലുള്ള രക്ഷാപ്രവർത്തനം തുടരാനും സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്.